പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ സുന്ദരമായ ദിനരാത്രങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നാം. അല്ലാഹു പാപങ്ങളിൽ നിന്നെല്ലാം മാറി നിന്ന് ഈ ബറക്കത്താക്കപ്പെട്ട ദിനങ്ങളെ, രാത്രികളെ ഇബാദത്തുകളാൽ അനുഗ്രഹീതമാക്കാൻ നമുക്കെല്ലാം സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, അല്ലാഹുവിന്റെ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ദീനിന്റെ പ്രചാരണത്തിന് വേണ്ടി മണലാരുണ്യത്തിന്റെ ഉച്ചിയിലെ അനുഗ്രഹീത ഗേഹമായ ലോകത്തിന്റെ സെന്റർ ഗേഹമായ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം കേന്ദ്രീകരിച്ചുകൊണ്ട് ദീനിന്റെ പ്രചാരണത്തിന് വേണ്ടി വരുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് വരുന്ന കാലഘട്ടം എത്രത്തോളം മോശവും എത്രത്തോളം തിന്മയും നിറഞ്ഞതായിരുന്നുവെന്ന് ചരിത്രങ്ങളിലെ നാൾവഴികളിലൂടെ സഞ്ചരിച്ച നമുക്ക് പലപ്പോഴും കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കുവാനും അവസരമുണ്ടായിട്ടുണ്ടാകും. പ്രിയമുള്ളവരെ, അരാജകത്വം അഭിമാനത്തിന്റെ ഭാഗമായി കണ്ടവർ, കള്ളും പെണ്ണും മദ്യവും മദിരാശിയുമെല്ലാം അവരുടെ ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാകാത്ത കാര്യങ്ങളായി കണ്ടവർ എത്രത്തോളമെന്ന് വെച്ചാൽ കള്ളിന്റെ ആളുകൾ കള്ളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്നിട്ട് മരണസമയത്ത് എന്റെ ശവകുടീരത്തിന്റെ മേലെ ഒരു കള്ളിന്റെ ചെടി, മുന്തിരിച്ചെടി നട്ടുവെക്കണം, അതിന്റെ പേരിലൂടെ വരുന്ന നീരുകൾ എനിക്ക് കുടിച്ചാസ്വദിക്കണമെന്ന് പറഞ്ഞ അത്രയും മദ്യവുമായി അഭേദ്യമായ ബന്ധം നിലനിർത്തിപ്പോന്ന ആളുകൾ, ബന്ധം പുലർത്തിയവർ എത്രത്തോളം ഒരു രാത്രിയിൽ ഇംറുൽ ഖൈസ് എന്ന് പറയുന്ന സാഹിത്യ ലോകത്തെ മുടിചൂട മന്നൻ ഇറങ്ങി നടക്കുകയാണ്. അയാളുടെ ആഗ്രഹം അയാൾക്കൊന്ന് വ്യഭിചരിക്കണം, അതിനുള്ള ആളെയും തപ്പി നടക്കുകയാണ്. ആരെയും കിട്ടുന്നില്ല. അവസാനം നിരാശനായി മടങ്ങാൻ സമയം ഒരു കുടിലിന്റെ കിളിവാതിലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന സുന്ദരിയായൊരു പെണ്ണിനെ കാണുകയാ. ഇംറുൽ ഖൈസ് തന്റെ ആഗ്രഹമറിയിച്ചു, പെണ്ണെ, എനിക്ക് നിന്നിൽ ആഗ്രഹമുണ്ട്. പെണ്ണ് വിസമ്മതം പറഞ്ഞില്ല, മറിച്ച് പെണ്ണ് പറഞ്ഞു, പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഇംറുൽ ഖൈസേ, എനിക്കും താങ്കളുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങി തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാനിപ്പോൾ പൂർണ്ണ ഗർഭിണിയാ. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പ്രസവിക്കുമെന്ന ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് താങ്കളുടെ ആഗ്രഹങ്ങൾ തൽക്കാലം നടക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഇംറുൽ ഖൈസിന്റെ അതരത്തിലൂടെ സാഹിത്യങ്ങൾ നിറഞ്ഞ വരികളങ്ങ് ഒഴുകാൻ തുടങ്ങി. ഫമിതുലൂകി ഹുബ്ലാ ഖത്തറത്തു വമുർദിഈം വഅൽഹൈതുഹാ മിൻ ദീ തമാഈമ മുദ്ഹിലീ. ഓ പെണ്ണേ, നിന്നെ പോലെ എത്രയെത്ര പെണ്ണുങ്ങളാണ് ഗർഭിണികളായ മുലയൂട്ടുന്ന കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നവരായ ഗർഭിണികളായ എത്രയെത്രയോ പെണ്ണുങ്ങളാണ്. മുലയൂട്ടുന്ന പെണ്ണിന്റെ അടുക്കലും അതുപോലെ കുഞ്ഞിനെ മുലയൂട്ടുന്ന പെണ്ണിന്റെ അടുക്കലും ഗർഭിണിയായ പെണ്ണിന്റെ അടുക്കലും ഞാൻ പോയി എന്റെ ആഗ്രഹങ്ങൾ തീർത്തിട്ടുണ്ട്. പിന്നെയാണോ നീയുമായി എനിക്ക് ശരീരം പങ്കുവെക്കാനൊരു പ്രശ്നമെന്ന് ചോദിക്കുന്ന അത്രയും തരം താഴ്ന്ന പെണ്ണിനും കള്ളിനും വേണ്ടി മാത്രം ജീവിക്കുന്ന ഗതികെട്ട സമൂഹത്തിലേക്ക് അള്ളാന്റെ റസൂല് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി വരുന്നത്. അറബ് സമൂഹത്തിന്റെ അരാജകത്വം നിറഞ്ഞ അറബ് സമൂഹത്തിന്റെ ആദരവ്യായാമങ്ങൾ അറബ് സമൂഹത്തെ മുഴുവൻ അലോസരപ്പെടുത്തുമ്പോ പ്രവാചക പൂങ്കവർ പരിശുദ്ധമായ ദീനിന്റെ വെള്ളി വെളിച്ചവുമായി കടന്നു വരുമ്പോ, പ്രിയമുള്ളവരെ, ഹബീബ് മുഹമ്മദ് മുസ്തഫ 23 വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമായി അവസാനം പരിശുദ്ധമായ ഖുർആനിലെ നല്ലൊരു വരി കൊണ്ട് അവർക്ക് വലിയൊരു ഒപ്പുചാർത്തി കൊടുക്കുകയാണ്. കുന്തും ഖൈറ ഉമ്മ. അത്രയും മോശപ്പെട്ടൊരു സമൂഹത്തെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ 23 വർഷത്തെ അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടപെടൽ കൊണ്ട് നല്ലൊരു ഒപ്പ്, നല്ലൊരു കയ്യൊപ്പ്, നല്ലൊരു സ്ഥാനം, നല്ലൊരു പദവി, നിങ്ങൾ ഏറ്റവും നല്ലവരാണ്. ആരെക്കുറിച്ചാ പറഞ്ഞത്? കള്ളു കുടിച്ചില്ലെങ്കിൽ ഉറക്കം വരാത്തവർ, വ്യഭിചരിച്ചില്ലെങ്കിൽ അഭിമാനത്തിന് ക്ഷതമാണെന്ന് വിചാരിക്കുന്നവർ, ജനിച്ചു വീഴുന്ന പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടുന്നത് തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യവും അഭിമാനവുമായി കണ്ടിരുന്നവർ, അവരിലേക്കാണ് അള്ളാന്റെ പ്രവാചകർ കടന്നു ചെന്നത്. അവിടെ
ചെന്ന് 23 വർഷം കൊണ്ട് കള്ളും പെണ്ണും വ്യഭിചാരവും തങ്ങളുടെ അതിർത്തികൾക്കപ്പുറത്തേക്ക് പറിച്ചു നട്ട ഉന്നതരായ വിഭാഗമായി മഹത്തായ ആ സ്വഹാബത്തിനെ വാർത്തെടുത്ത് അവസാനം അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുത്തു. കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ സമുദായത്തിൽ ഏറ്റവും നല്ലവരാണ്. ഒന്നോ രണ്ടോ ആളുകളല്ല, അന്നുള്ള ലക്ഷത്തോളം വരുന്ന അതിനപ്പുറത്തേക്ക് വരുന്ന വലിയൊരു അനുയായി വൃന്ദങ്ങളെ അള്ളാന്റെ റസൂല് തന്റെ പരിശുദ്ധമായ അള്ളാന്റെ പക്കൽ നിന്നുള്ള അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ദീനിന്റെ ആളുകളാക്കി മാറ്റി. അവരെല്ലാവരെയും കൊണ്ട് ഹബീബായ തങ്ങളെ വിടവാങ്ങുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് ഹബീബായ തങ്ങളെ ലക്ഷക്കണക്കിന് വരുന്ന തന്റെ പ്രിയപ്പെട്ട അനുയായി വൃന്ദങ്ങളുമായി പോവുകയാ. എവിടേക്ക്? അറഫ മൈതാനിയിലേക്ക് പോവുകയാണ്. അറഫ മൈതാനിയിലേക്ക് പോയിട്ട് തന്റെ മുന്നിലുള്ള ലക്ഷത്തിൽ പരം വരുന്ന സ്വഹാബത്തിന്റെ മുന്നിലേക്ക് ഹബീബായ തങ്ങള് ലോകത്തിതുവരെ കേട്ടിട്ടില്ലാത്ത, ലോകത്തിതുവരെ അനുഭവിച്ച് പരിചയമില്ലാത്ത മനുഷ്യാവകാശ പ്രഖ്യാപന പ്രമേയം പാസാക്കുകയാ. അള്ളാന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറയുന്നു, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാദക്കും അലൈക്കും ഹറാം. ഓ പ്രിയമുള്ള അനുയായി വൃന്ദങ്ങളെ, ഇന്ന ദിമാഅക്കും, നിങ്ങളുടെ രക്തവും, വ അംവാലക്കും, നിങ്ങളുടെ സമ്പത്തും, വ അറാദക്കും, നിങ്ങളുടെ അഭിമാനങ്ങളും, അലൈക്കും ഹറാം, അതിൽ അനർഹമായ ഇടപെടലുകൾ നടത്തൽ ഹറാമാണ്. അതേയോ ഇന്ന ദിമാഅക്കും, നിങ്ങളുടെ രക്തങ്ങൾ, ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ പാടില്ല, രക്തം ചീന്താൻ പാടില്ല. വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ, കുടുംബ വൈരാഗ്യത്തിന്റെ പേരിൽ, സംഘടനാ സങ്കുചിതത്വത്തിന്റെ പേരിൽ, രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ഒരാൾ മറ്റൊരാളെ കൊന്നാൽ, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതലൻ നാസ ജമീആ. പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. മൻ ഖതല നഫ്സൻ, ഒരാളെ കൊന്നാൽ, ബിഗൈരി നഫ്സിൻ, അർഹത കൂടാതെ, കൊല്ലാൻ ഒരു യോഗ്യതയുമില്ല കൊല്ലപ്പെടാൻ, അങ്ങനെ ഒരാളെ കൊന്നാൽ, ഔ ഫസാദിൻ ഫിൽ അർളി, ഭൂമിയിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ഒരാളെ കൊന്നാൽ, ഒരാളെ മാത്രമാണോ കൊന്നത്? പക്ഷേ പടച്ചവന്റെ അതിലുള്ള വീക്ഷണം എന്താണ്? ഫകഅന്നമാ ഖതലൻ നാസ ജമീആ, ജനങ്ങളെ മുഴുവൻ കൊല്ലുന്നത് പോലെയാണ്. രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊന്നു, കുടുംബ വഴക്കിന്റെ പേരിൽ കൊന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുടെ പേരിൽ ഒരാളെ കൊന്നാൽ, ഫകഅന്നമാ ഖതലൻ നാസ ജമീആ, മനുഷ്യ സമൂഹത്തെ മുഴുവൻ കൊന്നത് പോലെയാണ്. ഒരാളെയും രക്തം ചീന്താൻ പാടില്ല. അംവാലക്കും, നിങ്ങളുടെ സമ്പത്തും നിഷിദ്ധമാണ്, നിങ്ങളുടെ സമ്പത്തും ഹുർമത്താണ്, നിഷിദ്ധമാണ്, അത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. മറ്റൊരാളുടെ സമ്പത്ത് അനർഹമായി പിടിച്ചു വാങ്ങൽ ഹറാമാണ്. മറ്റൊരാളുടെ സമ്പത്ത്, ഒരു പണിയേൽപ്പിച്ചു, ആ പണിയേൽപ്പിച്ചൊരു ബിൽഡിങ്ങിന്റെ പണിയേൽപ്പിച്ചു, അവിടെയുള്ള പല കമ്പി കഷ്ണങ്ങളും മുറിച്ചിട്ട് ബാക്കി വരുന്നത് അത് ആക്രിയായി വിൽക്കാൻ അതിന്റെ ഉടമസ്ഥനോട് ചോദിക്കാതെ കൊണ്ടുപോയി വിറ്റാൽ, ഞാനാണല്ലോ പണിയേറ്റെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ മുതൽ ഹറാമാണ്. ആ മുതൽ കഴിച്ചാൽ തങ്ങളുടെ മക്കൾ വളഞ്ഞു തന്നെ പോകൂ. മരണസമയത്തിന് തൊട്ടു മുന്നേ ബാപ്പാക്ക് അടി ഒരുപക്ഷെ ഉറപ്പാണ്, കാരണം കഴിപ്പിച്ച മുതൽ ഹറാമാണ്. അതുപോലെ കൃഷിയിടത്തിൽ ജോലിക്ക് വിളിച്ചു, ഉച്ചവരെ പണിയുന്നതിനിടയ്ക്ക് കുറെ സമയം ചായ കുടിച്ചിട്ട് പണി ഒഴിവാക്കിയിട്ട് അവിടെ സൊറ പറഞ്ഞിരുന്നു. മുതലാളി നാട്ടിലില്ല, അവൻ സമ്പാദിച്ച സമ്പാദ്യം ഹറാമാണ്. ഇതുപോലെ ഏതു രൂപത്തിലും മറ്റൊരാളുടെ സമ്പത്ത് അനർഹമായി പിടിച്ചെടുത്താൽ അത് ഹറാമ് തന്നെയാണ്.
വിശിഷ്യ പലിശയുണ്ടല്ലോ, നീ തരുമ്പോൾ എന്തെങ്കിലും ഒന്ന് തന്നാ മതി. കടം കൊടുത്തിട്ട് അങ്ങനെയൊരു പ്രയോഗം അത് ഹറാമാണ്, അത് പലിശയാണ്. അത് തിന്നുന്നവന് ഈമാനോടെ മരിക്കാൻ സാധ്യത വളരെ കുറവാണെന്ന് ഇമാം ഗസാലി തങ്ങളടക്കം മഹാന്മാര് സർവ്വ ഇമാമിയങ്ങളും പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് പാടില്ല, ഹറാമായ രൂപത്തിലെ സമ്പാദ്യം പാടില്ല. അല്ലാഹുവിന്റെ പരലോകത്ത് വരുന്ന ആളുകൾ പലിശയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നവൻ അവൻ വരുന്ന അവസ്ഥ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. അവനിങ്ങനെ ഒരു വല്ലാത്തൊരു രോഗം പിടിച്ച ഒരു ഫിക്സിന്റെ രോഗം പിടിച്ച അപസ്മാരം പിടിച്ചവനെ പോലെയാ പരലോകത്ത് വരിക എന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് പലിശയുമായി ബന്ധപ്പെടരുത്. അള്ളാന്റെ റസൂല് അറഫ മൈതാനിയിൽ വെച്ച് നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപന സമ്മേളനത്തിൽ വെച്ച് അവിടെ നടത്തിയ പ്രമേയത്തിന്റെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ജാഹിലിയ കാലഘട്ടത്തിൽ നിങ്ങൾ പലിശയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മൗലു ആണ്, അത് നിരോധിക്കപ്പെട്ടതാണ്. നിങ്ങൾ പലിശയുമായി ബന്ധപ്പെട്ടിരുന്ന ശക്തമായ താക്കീത് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫ മൈതാനിയിൽ വെച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതുപോലെ വാഇറാലത്തും ഹറാം, നിങ്ങളുടെ അഭിമാനവും ഹറാമാണ്. നിങ്ങൾ പരസ്പരം പരിഹസിക്കരുത്, നിങ്ങൾ പരസ്പരം മോശപ്പെടുത്തരുത്, നിങ്ങൾ പരസ്പരം സോഷ്യൽ മീഡിയകളിലൂടെ പരസ്യമായി പരിഹസിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. പടച്ചവന്റെ മുന്നിലേക്ക് ഇങ്ങനെ വരും, എഴുതിയവൻ ആരാന്നറിയാലോ, ആരോപണങ്ങൾ പറയുന്നവർ ആരാണെന്നറിയാലോ. അള്ളാന്റെ മുന്നിൽ ഇങ്ങനെ വന്നിട്ട് നിൽക്കും അവിടെ വെച്ച്. നീ അല്ലാതെ എഴുതിയത്? ഞാനാണോ എഴുതിയത്? നീ അല്ലാതെ എഴുതിയത്? അങ്ങ് പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ സോഷ്യൽ മീഡിയയിൽ എഴുതട്ടെ, നമ്മൾ എന്തിനാണത് ഷെയർ ചെയ്യാൻ പോകുന്നത്? നമുക്ക് മരിക്കണ്ടേ മുഅ്മിനീങ്ങളെ? നമുക്ക് പടച്ചവന്റെ മുന്നിൽ പോയിട്ട് നമുക്ക് നിൽക്കേണ്ടവരല്ലേ? നമ്മളൊന്നും അനാവശ്യങ്ങളിലൊന്നും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരാളൊരു കാര്യം എഴുതി, ഒരു ലൈക്ക്, എന്തിനൊരു പെണ്ണിന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയ വന്നു, അതിന്റെ അടി കൊണ്ട് മാഷാ അല്ലാ, പെണ്ണിന്റെ ഫോട്ടോ ഇടുമ്പോ അതിന്റെ അടി കൊണ്ട് അള്ളാന്റെ പേര് മാഷാ അല്ലാഹു മാഷാ അല്ലാ. എന്തൊരു അതപ്പതിച്ച സമൂഹമാണ്, എന്തൊരു തരം താഴ്ന്ന സമൂഹമാണ്. അങ്ങനെയും ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം തരം താഴ്ന്നു പോയില്ലേ? ഒരു പെണ്ണിന്റെ ഫോട്ടോ ഭംഗിയുള്ള അവസ്ഥയിൽ അവരുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്താൽ അത് കാണപ്പെടുന്നവർ അതിൽ സുഖം കണ്ടെത്തുമെങ്കിൽ, അതിൽ അവരെ സമാധാനം സന്തോഷം കണ്ടെത്തുമെങ്കിൽ അതങ്ങനെ പോസ്റ്റിൽ ഹറാമാണ്. അത് നോക്കി അത് ആസ്വദിക്കലും ഹറാമാണ്. ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളൊന്ന് പോയാ പിന്നെ അതിങ്ങനെ സ്പ്രെഡായിക്കൊണ്ടേയിരിക്കും. അതിന്റെ ഒരാൾ വായിച്ചു, ഒരാൾ കണ്ടു, അതിന്റെ ഒരു ശിക്ഷ ഇയാളുടെ അക്കൗണ്ടിൽ, മറ്റൊരാൾക്ക് ഇയാൾ ഷെയർ ചെയ്തു, അപ്പൊ അയാളുടെ ആ ഷെയർ ചെയ്തതിന്റെ ശിക്ഷ ഇയാൾക്ക് ഇങ്ങനെ കെട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. അവസാനം കൈകടിച്ചിട്ടോ അവസാനം പിന്നെ പൊരുത്തപ്പെടിച്ചിട്ടോ കാര്യമില്ല. അസ്സബ്റു ഇൻദ സദ്മത്തിൽ ഊല, ക്ഷമ കാര്യങ്ങളുടെ ആദ്യഘട്ടത്തിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മുഅ്മിനീങ്ങളെ, വഅറാലത്തും ഹറാം, നിങ്ങളുടെ ഇർദ്, നിങ്ങളുടെ അഭിമാനം നിങ്ങൾക്ക് ഹറാമാണ്. അത് പിച്ച് ചീന്താൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മനുഷ്യ അവകാശ പ്രഖ്യാപനമാണ്. പോരാ, അള്ളാന്റെ റസൂൽ എന്തിനാ ആ ലക്ഷത്തിൽ പരം വരുന്ന സഹാബത്തിനെ അള്ളാന്റെ റസൂല് പരിശുദ്ധമായ അറഫ മൈതാനിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് എന്തിനാ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്? ആ ദിവസം തന്നെ നടത്തിയത് എന്തിനാണ്? ആ സ്ഥലം തന്നെ തിരഞ്ഞെടുത്തത് എന്തിനാണ്? അറഫ ദിനം നമ്മിലേക്ക് വരുമ്പോൾ ചെറിയ രൂപത്തിലുള്ള ഒരു അറിവ് അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കൽ അത്യന്താപേക്ഷിതമാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അറഫ ദിനത്തിൽ അറഫ മൈതാനിയിൽ വെച്ച് അങ്ങനെ ഒരു മനുഷ്യ അവകാശ പ്രഖ്യാപനം നടത്തുവാൻ തിരഞ്ഞെടുത്തതും ദീനിന്റെ പൂർത്തീകരണത്തിന്റെ ആ ഒരു പ്രഖ്യാപനം നടത്തുവാൻ തിരഞ്ഞെടുത്തതും എല്ലാം കാരണമുണ്ട്. കാരണം ചരിത്രത്തിന്റെ നാൾ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അറഫാ ദിനത്തിനും അറഫാ മൈതാനിക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ബഹുമാനപ്പെട്ട അബുൽ ബശർ ആദം അലൈഹിസ്സലാം അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയായ നമ്മുടെയൊക്കെ ഉമ്മയായ വെല്ലുമ്മയായ
ഹവ്വാ റളിയല്ലാഹു അൻഹ രണ്ടാളും ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കിയിട്ട് വർഷങ്ങളോളം അവർ പരസ്പരം കാണാതെ കണ്ടുമുട്ടാതെ വിഷമിച്ച് നടന്ന് അവസാനം അവർ കണ്ടുമുട്ടിയത് അറഫാ മൈതാനിയിൽ വെച്ചാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആണും പെണ്ണും ഇണകൾക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയൊരു സ്ഥാനവും ഇണകൾ തമ്മിൽ ഉള്ള സ്നേഹത്തിന്റെ വലിയൊരു സന്ദേശവും അറഫാ മൈതാനി ഇന്നും ലോകത്ത് ലക്ഷങ്ങൾ തടിച്ചുകൂടുന്ന, ആ ലോകത്തുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടുന്ന ആ ഒരു സംഗമം കൊണ്ട് ആ ഒരു വലിയ സന്ദേശം നമുക്ക് കൈമാറുകയാണ്. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും എപ്പോഴും നല്ല രൂപത്തിലുള്ള ഇടപെടലുകൾ, നല്ല രൂപത്തിലുള്ള ഇണക്കങ്ങൾ, നല്ല രൂപത്തിലുള്ള ജീവിതം ഉണ്ടാകണമെന്നൊരു സന്ദേശം ബഹുമാനപ്പെട്ട മുത്തുനബി അറഫ മൈതാനി വെച്ച് നടത്തിയ ആ പ്രഖ്യാപനത്തിൽ, അവിടെ വെച്ച് നടത്തിയ പ്രഖ്യാപനത്തിന്റെ കാതലായ ഒരു കാര്യം എന്തായിരുന്നു? നിങ്ങൾ സ്ത്രീകളോട് മാന്യമായി പെരുമാറണം. അവരെ തല്ലാൻ പാടില്ല, നാണമില്ല. സ്ത്രീകളെ തല്ലാൻ, ഭാര്യനെ തല്ലാൻ, അങ്ങനെ തല്ലാൻ കൊതിയുള്ള ഒരു യൂണിയൻകാരനെ പോയിട്ട് നാട്ടിൽ പോയിട്ട് തല്ലണം, ഇപ്പൊ നല്ലോണം തിരിച്ചും കിട്ടും. ഇത് തിരിച്ചു തരാൻ പറ്റൂലാത്ത പാവങ്ങളായിട്ട് തല്ലുക നിസ്സാരത്തിന്. ഡ്രസ്സ് വെച്ചില്ല, നിന്റെ ഡ്രസ്സ് വെക്കാനാ നീ പെണ്ണെട്ടിയത്? അതെ, അവർക്ക് നിർബന്ധമാണോ നിന്റെ ഡ്രസ്സ് വെച്ചേറല്? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അങ്ങനെ ഭാര്യയോട് ക്രൂരമായി പെരുമാറുന്നവരാവരുത് നമ്മൾ. ഭാര്യമാരോട് മാന്യമായി പെരുമാറണം, സ്ത്രീകളോട് മാന്യമായി പെരുമാറണമെന്ന് മുത്തുമാണിക്കക്കല്ല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫ മൈതാനിയിൽ വെച്ച് നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ കാതലായ ഒരു കാര്യം അവിടെ നിന്ന് പഠിപ്പിച്ചത് അതാണ്. അതിന്റെ അടിസ്ഥാനം ആദമും ഹവ്വയും സംഗമിച്ച ഭൂമിയാണ് അറഫ മൈതാനി. പോരാ, മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പ്രിയപ്പെട്ട പൊന്നുമോനെ അറുക്കാൻ വേണ്ടി സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടിട്ട് അവിടത്തേക്ക് ഉറപ്പിക്കാൻ 8ന്റെ അന്ന് കഴിഞ്ഞില്ല, 9ന്റെ അന്ന് ദുൽഹിജ്ജ 9ന്റെ അന്നാണ് ഉറപ്പിച്ചത്. അറഫ്തു, ഞാൻ അറിഞ്ഞു, ഇക്കാര്യം മനസ്സിലാക്കി. അങ്ങനെ മഹാനായ ഇബ്രാഹിം നബി അറഫ എന്ന് വെച്ചാൽ അറിഞ്ഞു എന്നാണല്ലോ, അറിയൽ എന്നാണല്ലോ. ഇബ്രാഹിം നബി മകനെ അറുക്കണമെന്ന സന്ദേശം അത് കൃത്യമാണെന്ന് അറിഞ്ഞ ദിവസമാണ് അവിടുന്ന്. അതിനെക്കുറിച്ച് അവിടുന്ന് മനസ്സിലാക്കിയ ദിവസമാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ ആ അറിവിന്റെ ദിവസമാണ് ദുൽഹിജ്ജ 9 എന്ന് മഹാന്മാർ. അതുകൊണ്ടുമാണ് അറഫ എന്ന് പേര് വന്നതെന്നും കാണാം. അതുപോലെ പരലോകം, അതുപോലെ അല്ലാഹുവിന്റെ അടിമകളായ നമ്മുടെയൊക്കെ അർവാഹുകളുടെ സംഗമ ഭൂമികയുണ്ടല്ലോ, ആ സംഗമ സ്ഥലത്ത് വെച്ച് അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് അല്ലാഹു ചോദിച്ച ദിവസമാണ് അറഫ ദിവസം. ആ സമയത്ത് ഖാലൂ ബലാ, ഞങ്ങൾ പറയുന്നു റബ്ബേ നീ ഞങ്ങളുടെ റബ്ബാണ് എന്ന് അല്ലാഹുവിനോട് അർവാഹുകൾ മറുപടി പറഞ്ഞത് അത് അറഫ ദിവസത്തിലാണെന്ന് മഹാന്മാർ. അങ്ങനെയും അറഫ എന്ന് പേര് വന്നിട്ടുണ്ടത്രേ. അങ്ങനെ എത്രയെത്ര വ്യാഖ്യാനങ്ങൾ കാണാം. പോരാ, പരിശുദ്ധമായ ഖുർആൻ ഈ ദിവസത്തെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുന്നുണ്ട്. വസ്സമാഇ ദാത്തിൽ ബുറൂജ്, നക്ഷത്ര മണ്ഡലങ്ങളെ കൊണ്ട് അലങ്കൃതമായ ആകാശത്തെ തന്നെ സത്യം. വൽ യൗമിൽ മൗഊദ്, ഖിയാമത്ത് നാളിനെ തന്നെ സത്യം. വശാഹിദിൻ വമശ്ഹൂദ്, വശാഹിദിൻ വെള്ളിയാഴ്ച ദിവസത്തെ തന്നെ സത്യം. വമശ്ഹൂദിൻ അറഫ ദിവസത്തെ തന്റെ സത്യം. അതും അല്ലാഹു തആല സത്യം ചെയ്യാൻ ഉപയോഗിച്ച ദിവസമാണ് അറഫ ദിവസം. അങ്ങനെ എത്ര പ്രത്യേകതകളാൽ അലങ്കൃതമാണ്, അനുഗ്രഹീതമാണ്, ഭംഗിയാണ് പ്രിയമുള്ളവരെ ഈ മഹത്തായ അറഫ ദിവസം. മാത്രമല്ല അറഫ ദിവസം റമളാനിൽ ഇത്ഖും മിനന്നാർ ഉണ്ടല്ലോ, നരകമോചനം ഉണ്ടല്ലോ. അതുപോലെ ദുൽഹിജ്ജ മാസത്തിലെ നരകമോചനത്തിന്റെ ദിവസം ഏതാണെന്ന് ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അത് അറഫ 9 അത് ദുൽഹിജ്ജ 9 അറഫ ദിവസമാണത്രേ. ദുൽഹിജ്ജ 9 അറഫ ദിവസമാണ് മനുഷ്യന്മാർക്ക് ഇത്ഖും മിനന്നാർ നരകമോചനം കിട്ടുന്ന ദിവസം. അങ്ങനെ പല ദിവസങ്ങളൊക്കെ കൂടിയിട്ടുള്ളതാണ് ദുൽഹിജ്ജ മാസം. ഈ മാസത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ച് നമ്മൾക്ക് നല്ല ബോധ്യം വേണം. സമ്പാദിക്കുന്നതിനെക്കുറിച്ചും പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നതിനെക്കുറിച്ചും മെസ്സേജ് വിടുന്നതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യം വേണം. അല്ലാഹു നന്മ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അപ്പോൾ
ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു ദിവസത്തെ തിരഞ്ഞെടുക്കാൻ ഒരുപാട് കാര്യമുണ്ട്. മാത്രമല്ല ആകാശവാസികൾ സന്തോഷിക്കുന്ന ദിവസമാണ്. അല്ലാഹു തആല ഭൂമിയിലേക്ക് അറഫ മൈതാനിയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് അല്ലാഹു ചോദിക്കും, നിങ്ങൾ പറഞ്ഞില്ലേ മലക്കുകളെ, അത്തജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, അല്ലാഹുവേ നീ എന്തിനാണ് ഈ ദുനിയാവിലേക്ക് അല്ലാഹുവേ നീ പടപ്പുകളെ സൃഷ്ടിക്കുന്നത്? അവര് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയില്ലേ? അവര് രക്തം ചൊരിക്കുകയില്ലേ? അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയില്ലേ എന്ന് ചോദിച്ചു. അല്ലാഹു പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. അടിമകളെ, മലക്കുകളെ, അല്ലാഹു തആല അറഫ ദിവസത്തിൽ മലക്കുകളോട് പറയും, മലക്കുകളെ നിങ്ങളോട് അന്ന് പറഞ്ഞില്ലയോ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാമെന്ന് പറഞ്ഞില്ലയോ മലക്കുകളെ? അതേ, നിങ്ങൾ നോക്കൂ, അറഫ മൈതാനിയിലേക്ക് എന്നിലേക്ക് കൈയുയർത്തി കരയുന്ന എത്ര അടിമകളാണ്, എന്നിലേക്ക് കൈയുയർത്തി കരയുന്ന എത്രയോ എന്റെ പാവപ്പെട്ട അടിമകളാണ്. ഈ അടിമകളെ കണ്ടുകൊണ്ടാണ് ഞാൻ ഭൂമിയിൽ എന്റെ പ്രതിനിധികളെ സൃഷ്ടിച്ചത് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുമെന്ന്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അത്ര പവറാണ് അറഫ ദിവസം, അത്ര പവറാണ്. ഇനിയും അറഫയിലേക്ക് സഞ്ചരിച്ചാൽ അറഫ ദിവസത്തിലാണ് ദീനിന്റെ പൂർത്തീകരണ പ്രഖ്യാപനം നടന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അൽയൗമ, ഇന്നേ ദിവസം, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് ഈ ദിവസം നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ്. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കിതാ തമാമാക്കിയിരിക്കുന്നു, പൂർണ്ണമാക്കിയിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, നിങ്ങൾക്ക് ദീനിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുകയാണ്. അല്ലാഹു തൃപ്തിപ്പെട്ട് തന്ന പരിശുദ്ധമായ ദീനാണ് നമ്മളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ആ ദീനിൽ അല്പം പോലും കളങ്കം ചേർക്കരുത്, ആ ദീനിൽ ആരെയും ഭയക്കരുത്, ആ ദീനിൽ ആരുടെയും മുഖം നോക്കരുത്, ആ ദീനിൽ ആർക്കും അടിയറവ് പറയരുത്. അതൊന്നും പാടില്ല. ആ ദീൻ പൂർണ്ണമായിട്ടും നമ്മുടെ സിരകളിലൂടെ രക്തം പമ്പ് ചെയ്യുന്ന കാലത്തോളം നമ്മൾ ആ പരിശുദ്ധ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവസാനം എവിടെ വെച്ച് എങ്ങനെ ആര് കൊന്നാലും ആര് ചതച്ചാലും ആര് ആക്ഷേപിച്ചാലും ദീനിനെ മുറുകെ പിടിച്ച് അവസാനത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നത് വരെ ഒരു മുസ്ലിമിന് എന്തില്ല, ഒരു മുസ്ലിമിന് വിശ്രമമില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ നിസ്കാരം, എന്റെ മറ്റു കർമ്മങ്ങൾ, എന്റെ ജീവിതം, എന്റെ മരണം എല്ലാം റബ്ബിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഫാത്തിമ ബീവി മുത്തുനബിയുടെ പ്രിയപ്പെട്ട പൊന്നാര കരളിന്റെ കഷ്ണം റളിയല്ലാഹു അൻഹ പറയുന്നത്, നിങ്ങൾ എല്ലാവരും ഉദഹിയ്യത്ത് കർമ്മം നിർവഹിക്കുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുകൂടി പറഞ്ഞുകൊണ്ട് വേണം ഉദ്ഹിയ്യത്ത് അറവ് നടത്താനെന്ന് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറയുവാനുള്ള കാരണവും അതാണ്. പ്രിയമുള്ളവരെ, ദുൽഹിജ്ജ മാസത്തിലെ അറഫ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്, ഹാജിമാർ മക്കയിൽ ഹജ്ജ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ചെയ്യുവാനുള്ളത്? നമുക്കിവിടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആ കഅബാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചാരത്തുള്ള അറഫ മൈതാനിയിലെ ലക്ഷങ്ങൾ സംഗമിക്കുന്ന ആ സംഗമ ദിവസങ്ങളും മറ്റും സുന്ദരമായ ദിവസങ്ങളിൽ ഈ പ്രിയപ്പെട്ട സാധുക്കളായ നമുക്ക് ചെയ്യുവാനുള്ള കാര്യം നോമ്പ് നോക്കുക എന്നുള്ളതാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറല്ലാഹു ലക അൻ യുകഫിറ സനതല്ലതി ഖബലഹു വസനതല്ലതി ബഅദഹു. ഞാൻ അല്ലാഹുവിൽ നിന്നും അറഫ ദിവസത്തെ ആ നോമ്പിന് അല്ലാഹുവിൽ നിന്നും ഞാൻ പ്രതിഫലം പ്രതീക്ഷിക്കുന്നു. ഒരു വർഷത്തെ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപവും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപവും അല്ലാഹു പുറത്തു തരുന്നതിന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഒരു വർഷത്തെ കഴിഞ്ഞുപോയ, ഒരു വർഷത്തെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപവും
പൊറുക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കണം. സുന്നത്ത് നോമ്പല്ലേ, ഞാനിപ്പോ പിടിച്ചില്ലെങ്കിൽ എന്താ സുന്നത്ത് നോമ്പ്? ഈ സുന്നത്ത് നോമ്പ് അത് ഉൾക്കൊണ്ട് നല്ലവണ്ണം പിടിച്ച് അള്ളാഹു സ്വീകരിച്ചാൽ ഒരു വർഷം കൂടി ആയുസ് നീട്ടിക്കിട്ടുമെന്നാണ് മഹാന്മാർ ഈ നോമ്പിന്റെ ഹദീസുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. കൊണ്ട് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അള്ളാഹു ഖൈർ നൽകുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഉളഹിയത്ത് കർമ്മം അൽഹംദുലില്ലാ അത് പറഞ്ഞപ്പോൾ വളരെ നല്ല രൂപത്തിൽ ഏറ്റെടുത്ത ഒരുപാട് സഹോദരങ്ങൾ. ഇനിയും അവസരമുണ്ട്, ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. നമ്മളെല്ലാവരും അതിൽ ഭാഗവാക്കാകണം. ഉലഹിയത്തിൽ ഉള്ളവർ ആരും ഒഴിവായി നിൽക്കരുത്. അതിന്റെ വലിയ വണ്ണമായ പ്രതിഫലം എന്താന്നൊക്കെ 2-3 ആഴ്ചകളിൽ നമ്മൾ നല്ലവണ്ണം ചർച്ച ചെയ്തതാണ്. എന്റെ ഉപ്പമാർ, എന്റെ കൂട്ടുകാർ അതിൽ നിന്ന് മാറി നിൽക്കരുതെന്ന് ഒന്നുകൂടി നിങ്ങളോട് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ഇനിയും ഒരുങ്ങാനൊന്നും കഴിയാത്തവരൊക്കെ ഉണ്ടാകും. ഉലഹിയത്തിന് പടച്ചവനെ എന്റെ പൈസ ഇല്ലല്ലോ, അവർക്കും തത്തുല്യമായ പ്രതിഫലം മഹാന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ഉലഹിയത്തിന്റെ കർമ്മം നടക്കുന്ന സ്ഥലത്ത് സജീവ സാന്നിധ്യം, ആ മൃഗത്തെ പരിപാലിക്കുക, ആ മൃഗത്തെ അറുത്താൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ മാംസ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ നടത്തുക. ഒരാളും മാറി നിൽക്കരുത്. ഈ മൃഗം വാങ്ങിച്ചവരും ഇനിയിപ്പോ ഞങ്ങളിപ്പോ എന്തിനാ, ഞങ്ങൾ വാങ്ങിച്ചില്ലല്ലോ എന്നോർത്തൊരു വിഭാഗം മാറി, എന്നെക്കൊണ്ട് കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ മാറിയിരിക്കണത്, അങ്ങനെ ഒന്നും ചിന്തിക്കാതെ എല്ലാവരുടെയും സാന്നിധ്യം അറക്കുമ്പോൾ ഉണ്ടാവണം. അതിനോടൊപ്പം അതിന്റെ തൊലി പൊളിക്കാനും നിങ്ങളാൽ എന്തൊക്കെ അതിന് സേവനം. ഉലഹിയത്ത് മൃഗം, ആ നേർച്ച മൃഗം അള്ളാന്റെ മൃഗ, അതിനെ ആ ഉലഹിയത്തിലേക്ക് കരുതിയാൽ പിന്നെ അള്ളാഹുവിന്റെ അത് മൃഗമായി മാറി, അല്ലേ? അത് അള്ളാഹുവിന്റെ അധീനതയിലായി മാറി. അതിന് നമ്മൾ സേവനം ചെയ്യുക. അതിന് ആ മാംസം പൊളിക്കാനും പിടിക്കാനും എല്ലാത്തിനും നമ്മുടെ ഓരോരുത്തരുടെയും നിറസാന്നിധ്യം. ഇതിനെക്കുറിച്ച് അല്പമെങ്കിലും അറിവുള്ളവർ ഒട്ടും മാറി നിൽക്കരുതെന്ന് പ്രത്യേകം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു ഇത് പറഞ്ഞപ്പോ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞപ്പോ തരാനൊക്കെ മനസ്സ് കാണിച്ച എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും വലിയ ഖൈറും ഫളിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ് സഹോദരങ്ങളെ. ഈ പാനായിക്കുളത്തുള്ള ഒരു ഉസ്താദ് വെന്റിലേറ്ററിലാണ്. ഒരു ദിവസം 3 ഇഞ്ചക്ഷൻ അദ്ദേഹത്തിന് ചെറുപ്പത്തിലെ ബാപ്പമ്മ മരിച്ചുപോയി. ബാപ്പമ്മ മരിച്ച പിന്നെ അവസ്ഥ അറിയാലോ. 2 മക്കൾ, 2 ആൺമക്കള്. മൂത്ത ഉസ്താദും ജോലി ചെയ്യാണ്, രണ്ടാമത്തെ ഉസ്താദ് വെന്റിലേറ്ററിലാണ്, സുഖമില്ല. പെട്ടെന്ന് പ്രഷർ കൂടിപ്പോയി. എന്നിട്ട് കൂടിപ്പോയിട്ട് അത് വലിയ പ്രയാസമായി. ഇപ്പൊ മൂക്കിന്റെ ഇവിടെ എന്തോ ചെറിയൊരു പ്രയാസമുണ്ട്. അത് ക്യാൻസറിനേക്കാൾ വലിയ പ്രതിസന്ധിയാണെന്നാണ് പറഞ്ഞത്. എന്തോ ഒരു പ്രശ്നം വന്നേക്കുന്നത്, അത് വലിയ തലച്ചോറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വെന്റിലേറ്ററിൽ ഒരു ദിവസം 40,000 രൂപയും അതുപോലെ ഒരു ഇഞ്ചക്ഷന് 35,000 രൂപ, അതുപോലത്തെ 3 ഇഞ്ചക്ഷനും കൊടുക്കണം ഓരോ ദിവസം. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ അദ്ദേഹം ജീവിക്കുകയാണ്. ഒരു വഴിയില്ല, പാപ്പയില്ല, ഉമ്മയില്ല. ഉള്ള ജ്യേഷ്ഠൻ ഒരു മുസ്ലിയാരാണ്, ഒരു മുഅല്ലിമാണ്, കഴിവില്ലാത്ത ആളാണ്. ഈ വിഷയം എന്നോട് പറഞ്ഞപ്പോ ഞാനത് എന്റെ ഉപ്പമാരുടെ മുന്നിൽ ഉണർത്തുകയാണ്. നമ്മൾ സാധാരണ കൊടുക്കുന്നത് പോലെ 5-10 ഒതുങ്ങരുത്. കാരണം അദ്ദേഹം ഒരു ദിവസത്തെ ചെലവത്രയായി 1 ലക്ഷത്തിന് 1.5 ലക്ഷത്തോളം രൂപയായി. അങ്ങനെ ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് ഏകദേശം ഒരു 6 ദിവസത്തോളായി. ഇന്ന് രാവിലെ കൂടി വിളിച്ചു പറഞ്ഞു, ഉസ്താദെ ഒന്ന് പറയണോട്ടോ എന്ന് പറഞ്ഞു. എനിക്കിത് നിങ്ങളുടെ മുന്നിൽ പറയുകയല്ലാതെ എന്നിൽ നിന്നൊക്കെ ഒറ്റയ്ക്കെടുത്തു കൊടുക്കാനൊന്നും കഴിയില്ലല്ലോ. ഒരു ഇഞ്ചക്ഷന്റെ പൈസയെങ്കിലും എന്റെ ഉപ്പമാരെ നമുക്കൊന്ന് കൊടുക്കാൻ ശ്രമിച്ചാൽ, ഒരു ആലിമാണ്, ഭാര്യ വീട്ടുകാർ അതിലും പ്രയാസത്തിലാണ് കഴിയുന്നത്. അപ്പൊ നമുക്കൊന്ന് ഇടപെടാൻ കഴിഞ്ഞാൽ വലിയൊരു ഹൈറാണ്. നല്ലൊരു ഹദിയ മനസ്സിൽ കരുതി നിങ്ങൾ എടുത്തു കൊടുക്കണം. ആ പണ്ഡിതൻ വെന്റിലേറ്ററിൽ ഇങ്ങനെ കിടക്കുന്നു, ഒരു ചെറിയ കുഞ്ഞുണ്ട്, ഭാര്യ എന്തെന്നറിയാത്ത അവസ്ഥയിൽ, ഭാര്യ വീട്ടുകാർക്കും അദ്ദേഹത്തിന്റെ വീട്ടിൽ 1 രൂപയില്ല. അപ്പൊ പിന്നെ ഇത് നിങ്ങളുടെ മുന്നിൽ അതുപോലെ പല പള്ളികളിലും പറഞ്ഞ് നമ്മളിലാണ് പ്രതീക്ഷ, എന്നിലും നിങ്ങളിലുമാണ് പ്രതീക്ഷ. അങ്ങനെ ആ പ്രതീക്ഷ അർപ്പിച്ചപ്പോ നമുക്കൊന്ന് സഹായിക്കാം. അള്ളാഹുവേ, ആരൊക്കെ അതിനൊരു ഹദിയ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുന്നു അവരെയൊക്കെ നീ ഖായിബാക്കാതെ കൂട്ടിപ്പിടിക്കണം റഹ്മാനെ. അർഹമായ പ്രതിഫലം കൊടുക്കണം റഹ്മാനെ. ആ പണ്ഡിത സഹോദരന് എത്രയും പെട്ടെന്ന് രോഗമുക്തമായ ആരോഗ്യത്തോടെ